ഗുഡ് മോർണിംഗ്. ഒരു ദിവസം അത് പ്രൊഡക്റ്റീവായിട്ടൊരു ദിവസമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് തന്നെ തലേ ദിവസം തന്നെ എങ്ങനെയെല്ലാം ഒരു ഡേ കൊണ്ടുപോകണം എന്നുള്ളത് മുൻകൂട്ടി നമ്മൾ ഉറപ്പിച്ച് വെച്ചിരിക്കും. ആ ദിവസം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കുകയാണെങ്കിലോ, നമ്മളെല്ലാ ജോലിയും കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുന്ന നേരം എന്ത് സന്തോഷമായിരിക്കും അല്ലേ? എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതുപോലുള്ളൊരു ദിവസമാണ്. എല്ലാ വർക്കുകളും ഞാൻ തലേന്ന് തന്നെ എന്തെല്ലാം ചെയ്യണമെന്നുള്ളതെല്ലാം മുൻകൂട്ടി കരുതി വെച്ചിരുന്ന് അത് ഏകദേശം അതെല്ലാം തീർത്ത ഒരു ദിവസം തന്നെയായിരുന്നു. എന്തായാലും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എന്ത് സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ തലേന്നത്തെ പ്ലാനിങ് അനുസരിച്ച് തന്നെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതലുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് ക്ലീനിങ്ങും എല്ലാം കൂടി ഉൾപ്പെടുത്തി ഒരു വ്ളോഗ് ആവട്ടെ എന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഇത് കുറച്ച് ദിവസമായി ഈ വ്ളോഗ് ഞാൻ എടുത്ത് വെച്ചിട്ട്. ഏകദേശം ഒരാഴ്ചയായി. കഴിഞ്ഞ ഞായറാഴ്ചത്തെ വ്ളോഗാണ് ഇത് എഡിറ്റ് ചെയ്ത് ഞാൻ ഭയങ്കരമായിട്ട് ലോങ് ആക്കി എടുത്ത വീഡിയോ ആണ്. ഫുൾ കവർ ചെയ്തെടുത്ത വീഡിയോ ആണ്. അതായത് ഒരു ദിവസം ഫുള്ള്. പക്ഷേ ഇത്ര എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും എനിക്ക് 3 ദിവസം എടുത്തു. കാരണം അത്രയ്ക്ക് എനിക്ക് അല്ലാതുള്ള ജോലികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കിട്ടുന്ന സമയത്താണല്ലോ നമ്മൾ എഡിറ്റ് ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ലോങ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇച്ചിരി സമയമെടുത്തു ഇതൊന്ന് എഡിറ്റ് ചെയ്ത് തീർക്കാനായിട്ട്. അപ്പോൾ വോയിസ് ഓവർ ചെയ്യാനുള്ള ഒരു അവസ്ഥ എനിക്ക് കിട്ടിയില്ല, എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. അപ്പോൾ എന്തായാലും വൈകിയതിന് ക്ഷമ ചോദിക്കുന്നേ. അപ്പോൾ ആദ്യം ഞാൻ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള സോഫയിലുണ്ടായിരുന്ന ആ കവറ്, നമ്മുടെ സോഫയുടെ സെറ്റിയിൽ കിടന്ന കവറ് മൊത്തം നമ്മളെടുത്ത് കഴുകാനായിട്ട് ഞാനെടുത്ത് മാറ്റി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നീടാണ് ഞാൻ തലേന്ന് തന്നെ ഇന്ന് കാപ്പിക്ക് ഉപ്പുമാവ്, അതാകുമ്പോൾ പെട്ടെന്ന് എളുപ്പം കഴിയുന്ന പരിപാടിയാണല്ലോ. ഉപ്പുമാവ് മതി എന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ടായതുകൊണ്ട് തന്നെ രാവിലെ ആ ഒരു സംഭവം അങ്ങ് കഴിഞ്ഞ് കിട്ടി. ഉപ്പുമാവ് വെച്ച് അതിന് ശേഷമാണ് ഞാൻ നേരെ നമ്മുടെ കോഴിയുണ്ട്, കോഴിക്ക് തീറ്റ കൊടുക്കലും പരിപാടികൾ, അല്ലറ ചില്ലറ പരിപാടികളെല്ലാം അങ്ങ് നടത്തി. ഇതിനിടയിൽ കൂടെ ഞാൻ അരി അടപ്പയിട്ടിട്ടുണ്ടായിരുന്നു. അരി അടപ്പയിട്ട വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അരിയും അടപ്പയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് കറി എന്ന് ഇരിക്കുന്നത് ഞാൻ വിചാരിച്ചു കുറച്ച് കാച്ചിലും ഒക്കെ, കാച്ചിലാണോ ചേമ്പാണോ എന്തോ ഒരു ഐറ്റംസ് എനിക്ക് കിട്ടി. എനിക്ക് ഈ കാച്ചിൽ, ചേമ്പ്, ചേന ഇത് മൂന്നും കണ്ടാൽ തിരിച്ചറിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ഏതാ സാധനമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും കാച്ചിലാണോ ചേനയാണോ എന്തോ ഉണ്ടായിരുന്നു. ചേനയല്ല, ചേമ്പോ കാച്ചിലോ ഇത് രണ്ടിൽ ഏതാണ്ടാണ്. അപ്പോൾ ഇതിൽ അതുമാത്രമല്ല അത് കിഴങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കായും കിടപ്പുണ്ട്. അപ്പോൾ ഒരു ചെറിയ തോതിൽ ഒരു അവിയൽ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് തന്നെ അവിയലിൻ്റെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണമല്ലോ. അപ്പോൾ റെഡിയാക്കി എടുത്ത് അതെല്ലാം ഒന്ന് അതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് അതൊന്ന് ലെവലാക്കി വൃത്തിയാക്കിയതിന് ശേഷം നേരെ നമുക്ക് അത് വേവിക്കാനായിട്ട് നോക്കാം. ഇത് ഞാൻ അടപ്പയിലാണ് വെക്കുന്നത്, ഗ്യാസിലല്ല, അല്ലാതെ വിറകടുപ്പിലാണ് ഞാൻ വെച്ചത്. അപ്പോൾ അതുകൊണ്ട് അത് വെന്ത് വന്നതൊന്നും ഞാൻ അങ്ങനെ കാണിച്ചിട്ടില്ല. അപ്പോൾ അത് അടപ്പയിലേക്ക് വേവാനായിട്ട് വെച്ചതിന് ശേഷം ഞാൻ നേരെ പോയി കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇന്ന് ഉപ്പുമാവായിരുന്നു. അപ്പോൾ ഉപ്പുമാവും പഴവും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഇരുന്നാണ് കഴിച്ചത്. പക്ഷേ അവരെ ഞാൻ അതിനകത്ത് ഇട്ടില്ല. കാരണം അവർ ഈ വീഡിയോയ്ക്കകത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടേ കാണൂ. കാരണം പിറ്റേന്ന് തിങ്കളാഴ്ച മുതൽ എക്സാം തുടങ്ങുമായിരുന്നു. ഇത് ഞാൻ പറഞ്ഞു ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പോൾ തിങ്കളാഴ്ച മുതൽ എക്സാം തുടങ്ങുന്നതുകൊണ്ട് തന്നെ ഞാൻ ബുക്കുമായിട്ട് ഞാൻ മുറിയിലിരുത്തിയിരിക്കുകയാണ്. പഠിക്കാനുള്ളത് ഏൽപ്പിച്ച് ഞാൻ ഇരുത്തിയേക്കാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ പിള്ളേരെ കാണിക്കുന്നുള്ളൂ. കാരണം അവരെ പഠിത്തത്തിൽ പിടിച്ചിരുത്തിയേക്കാണ്. ഈ സമയത്ത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതും ആ ഒരു കാരണം കൊണ്ടാണ്. കാര്യം ഞാൻ പഠിക്കുന്നതിന് അവരെണ്ണീറ്റ് വരും, കൂടെ എണ്ണീറ്റ് വരും, പോയിരുന്ന് പഠിക്കടാ എന്ന് കൂടെ ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വോയിസ് എല്ലാം ഓഫ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കാമെന്ന് കരുതിയത്. പരമാവധി ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരാളല്ല. എന്താണെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, എനിക്ക് എൻ്റെ വോയിസ് എനിക്കിഷ്ടപ്പെടുന്നില്ല.
ഞാൻ വോയിസ് ചെയ്യുന്നത് പിന്നീട് എനിക്ക് കേൾക്കാൻ എനിക്ക് താല്പര്യം വരുന്നില്ല. അതുകൊണ്ട് ഞാൻ പരമാവധി വോയിസ് ഓവർ കൊടുക്കണ്ട എന്നൊരു പ്ലാനിങ്ങിലായിരുന്നു. പക്ഷേ പിള്ളേർ വീട്ടിലുള്ള സമയത്ത് നമുക്ക് അത് നടക്കില്ല. അവരുടെ കൂടെ അലച്ചും എടുത്തുമൊക്കെ വരുമ്പോൾ നമുക്കത് നടക്കില്ല. അതുകൊണ്ട് ഞാൻ വോയിസ് എല്ലാം ഓഫ് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് കരുതി. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അവിയലിനുള്ളത് സെറ്റാക്കിയതിന് ശേഷം ഞാൻ നേരെ നമ്മുടെ പാത്രങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു. നമ്മൾ ഉപ്പുമാവ് കഴിച്ചതും ഉപ്പുമാവിൻ്റെ പാത്രങ്ങളും രാവിലെ മുതലെടുത്ത പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് കഴുകി വെച്ചു. അത് കഴുകി മാറ്റി കഴിയുമ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ആഹാരത്തിൻ്റെ പാത്രങ്ങൾ മാത്രമേ ഉള്ളല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് പ്രത്യേകം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതിൻ്റെ ഒന്ന് പാത്രങ്ങളെല്ലാം കഴുകി അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഞാൻ നേരെ അവിയലിനുള്ള അരപ്പ് അരച്ച് വെക്കുകയാണ്. എനിക്ക് ഈ ചേമ്പാണോ കാച്ചിലാണോ എന്തായാലും ആ സാധനം ഇട്ടുന്ന അവിയൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇത് നല്ലതുപോലെ വെന്തുടയും. അത് പെട്ടെന്ന് വേവുന്ന സാധനമാണല്ലോ. നന്നായിട്ട് വെന്തുടയും. എനിക്ക് നന്നായിട്ട് വെന്തുടഞ്ഞ അവിയൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പച്ചക്കറി മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ ഞാൻ വെന്തുടയിക്കില്ല. പക്ഷേ ഈ സാധനം ഇടുകയാണ്, ഈ കാച്ചിലോ ചേനയോ ആ സാധനം ഇടുമ്പോൾ എനിക്ക് വെന്തുടയുന്ന അവിയൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലതുപോലെ വേവിച്ച് തന്നെ ഞാൻ അങ്ങനെ എടുക്കാറുള്ളത്. അപ്പോൾ അത് സെറ്റാക്കി ഞാനിവിടെ കൊണ്ടുവന്ന് അടച്ചു വെച്ച് കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ നമ്മുടെ മീൻകറിക്കുള്ള അരപ്പുകൾ ശരിയാക്കുകയാണ്. അതായത് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി. അപ്പോൾ നമുക്ക് കിട്ടിയത് പൊന്നാരയാണ്. ഇവിടുത്തെ പൊന്നാര എന്ന് പറയും, നിങ്ങളവിടെ എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. പൊന്നാരയുണ്ട്, അതിൻ്റെ കൂടെ തേടും ഉണ്ട്. അപ്പോൾ അങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്താണ് കിട്ടിയത്. അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ചങ്ങ് വെച്ച് ഞാൻ അത് അതിൻ്റെ പൊടികളെല്ലാം ഒന്ന് ചേർത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവാപ്പൊടി മല്ലിപ്പൊടി അതേപോലെ കുരുമുളക് പൊടി ഇത് ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം പുളിയിട്ട് അതിന് ശേഷം പുളി അതിനകത്തേക്ക് ചേർത്തിട്ട് കൊണ്ടുവന്ന് നന്നായിട്ട് അരച്ച് എടുത്ത് അത് നമ്മുടെ മീൻ വെക്കുന്ന ചട്ടിക്കകത്തേക്ക് ഒഴിച്ച് തിളപ്പിച്ച് എടുക്കുക. അങ്ങനെയാണ് മീൻകറി ഞാൻ പൊതുവെ വെക്കുന്നത്. അല്ലാതിന് മീൻകറിക്ക് ചില സമയത്ത് ഞാൻ ചട്ടിക്കകത്ത് എണ്ണ വിട്ട് നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് വഴറ്റി ഞാൻ വെക്കാറുണ്ട്. ഇത് പക്ഷേ എല്ലാം എളുപ്പപ്പണി. ഞാൻ പറഞ്ഞല്ലോ തലേന്ന് ഞാൻ കുറച്ച് പ്ലാനിങ് എടുക്കും. അതെല്ലാം നടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് എളുപ്പ പരിപാടികളൂടി നടത്തണം. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എളുപ്പ പരിപാടിയായിട്ട് പെട്ടെന്ന് കലക്കി അങ്ങ് വെച്ചത്. അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ ക്ലീനിങ്ങിലേക്ക് കയറി. ക്ലീനിങ് എന്ന് പറയുന്നത് മീൻകറിക്കുള്ളത് അടപ്പയിലോട്ട് വെച്ചതിന് ശേഷമാണ് നേരെ അടുക്കളയൊന്ന് സെറ്റപ്പ് ആക്കിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുക്കളയെല്ലാം ഒന്ന് വൃത്തിയാക്കി. അപ്പോൾ ഈ സ്പ്രേ ആരുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ, ഈ സ്പ്രേ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് മേടിച്ച് നോക്കുന്നത് നല്ല പെട്ടെന്ന് ക്ലീൻ ആവുകയും ചെയ്യും. അതുപോലെ നമ്മുടെ നല്ലൊരു സ്മെല്ലാണ്. ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ സ്മെല്ലും. തീരാറായി, ഒരെണ്ണം കൂടി വാങ്ങിക്കണം. പക്ഷെ ഇച്ചിരി റേറ്റ് ഉണ്ട് കേട്ടോ. തോന്നുന്നു ഒരു 150. ഇച്ചിരി റേറ്റ്, എനിക്ക് 150 രൂപ റേറ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 150 റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പം നമുക്കത് 150 അല്ല 200 രൂപയ്ക്കകത്തുണ്ട്. അപ്പോൾ അത് അത് നല്ലതുപോലെ ക്ലീൻ ആവും. അത് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ തുടച്ചെടുക്കാമെങ്കിൽ നല്ലതുപോലെ ക്ലീൻ ആവുകയും ചെയ്യും. നല്ല സ്മെല്ലാണ് അതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ അങ്ങനെ അത് ഇത്രയും വൃത്തിയാക്കി ഞാൻ ആദ്യമായിട്ടാണ് അത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് തീർന്ന ഉടനെ ഞാൻ അടുത്തത് മേടിക്കും. അപ്പോൾ അതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു അത്. അപ്പോൾ അങ്ങനെ അത് എല്ലാം കഴിഞ്ഞ് അവിടെ എല്ലാം ഒന്ന് ഒതുക്കിയിട്ട് പാത്രങ്ങൾ കഴുകിയതെല്ലാം അതിൻ്റേതായ സ്ഥാനങ്ങളിൽ കൊണ്ടുവന്ന് സ്റ്റാൻഡ് എൻ്റെ വീഡിയോ ഫുള്ള് കാണുന്നവർക്കറിയാം 2 ഭാഗത്തായിട്ടാണ് അടുക്കള. അപ്പോൾ അപ്പുറത്തെ ഭാഗത്താണ് നമ്മുടെ പാത്രങ്ങളെല്ലാം വെക്കുന്നത്. അപ്പോൾ അത് കാരണം ഇവിടുന്ന് കഴുകി ഞാൻ അപ്പുറത്ത് കൊണ്ടുവെക്കണം. അങ്ങനെ അല്ലെങ്കിൽ അവിടെ ഉണ്ട്, നമുക്ക് കഴുകാനുള്ള ഏരിയ ഉണ്ടെങ്കിലും എല്ലാം നമ്മൾ ചെയ്യുന്നത് ഇവിടെ ആണല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ അങ്ങ് നിൽക്കും. അപ്പോൾ അങ്ങനെ അവിടെ എല്ലാം ഒന്ന് ശരിയാക്കി വൃത്തിയാക്കിയതിന് ശേഷം അപ്പോഴത്തേനും മീൻകൂട്ടാൻ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീൻകൂട്ടാൻ നമ്മളെടുത്ത് അവിടെ അടച്ച് വെച്ചതിന് ശേഷം നേരെ തൂക്കാനായിട്ട് ഇറങ്ങി. പരിക്കാകം മൊത്തം ക്ലീൻ ചെയ്യാൻ ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മുടെ സെറ്റുകളെല്ലാം എടുത്ത് മാറ്റി അതിൻ്റെ അടിയിൽ പൊടികളോ കരടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി തുടച്ച് വാരിയെടുക്കാമെന്നാണ് എൻ്റെ ഒരു പ്ലാനിങ്. അയ്യോ, ഇതൊരു വല്ലാത്ത ജോലിയായിരുന്നു. ഞാനിതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ
ഞാൻ നന്നായിട്ട് കുഴഞ്ഞായിരുന്നു. ഞാൻ വിചാരിച്ചില്ല ഫുൾ ലോങ് വീഡിയോ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം പകുതി വരെ എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചത്. കാരണം എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഒരു 2 മണിയോളമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും വയ്യാതായിപ്പോയി. അത്രയ്ക്ക് കുഴഞ്ഞു പോയായിരുന്നു ഞാൻ. എങ്കിലും ഇന്ന് എടുക്കും എന്നുള്ളൊരു വാശിക്ക്, ഞാൻ പറഞ്ഞല്ലോ തലേന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചത് തന്നെ നടത്തണം എന്നുള്ളൊരു വാശിപ്പുറത്ത് ഞാനങ്ങ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ പ്ലാനിങ് എല്ലാം സക്സസ് ആയിട്ട് തന്നെ നടത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സെറ്റിയെല്ലാം എടുത്ത് മാറ്റണമെങ്കിൽ ഒരാളുടെ സഹായം ഉണ്ടെങ്കിൽ വെക്കും. അപ്പം മോനെ വിളിച്ച് അവൻ വന്നു. അവൻ എല്ലാ വട്ടവും സെറ്റ് മാറ്റുമ്പോൾ അവനുള്ളപ്പോഴേ ഞാൻ മാറ്റാറുള്ളൂ. കാരണം അന്നേരം അതൊന്ന് എടുത്ത് മാറ്റി വെക്കാനുള്ള ഒരു സഹായം നമുക്ക് വേണമല്ലോ. അത് നല്ല വെയിറ്റ് ഉണ്ട്, കാണുന്ന പോലല്ല. ഞങ്ങൾ എത്ര വട്ടം എവിടെല്ലാം വെച്ചിട്ടാണെന്നറിയാം ഞങ്ങൾ വെളിയിൽ കൊണ്ടുവന്ന് വെച്ചത്. അവൻ പൊടിയല്ലേ, അവന് 12 വയസ്സെന്ന് പറയുമ്പോൾ അവൻ കൊച്ചല്ലേ. അപ്പോൾ അവനും പിടിച്ച് പൊക്കാനുള്ള വെയിറ്റ് അല്ല അത്, ഭയങ്കര വെയിറ്റ് ഉണ്ട്. അവന് പിടിച്ച് പൊക്കാൻ പറ്റില്ല. നമുക്ക് വെയിറ്റ് ഉണ്ട്, അപ്പം പിന്നെ അവർക്ക് വെയിറ്റ് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും ഒരു വിധത്തിൽ ഞങ്ങളത് എല്ലാം വെളിയിലാക്കിയിട്ടുണ്ട്. പിന്നെ അതിന് സെറ്റിക്കകത്ത് തന്നെ 2 എണ്ണം ഞാൻ സിറ്റ് ഔട്ടിലിട്ടിരിക്കുകയാണ്. സിറ്റ് ഔട്ട് അതുകൊണ്ട് ഞാൻ ഏറ്റവും ലാസ്റ്റാണ് തുടയ്ക്കുന്നത്. സിറ്റ് ഔട്ടിലോട്ട് പിന്നെ പോയിട്ടേ ഇല്ല. പിന്നെ ആ ജനലിൻ്റെ ആ ഭാഗം എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി 2 സൈഡിലെ ജനലും ഫുള്ള് തുറന്നിട്ടിട്ട് നമുക്ക് ലിവിങ് ഏരിയ എന്ന് പറയുന്നത് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്റൂമിൽ എന്തെങ്കിലും ഒരു ഇച്ചിരി മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും പ്രശ്നമില്ല. പക്ഷേ ലിവിങ് ഏരിയ എന്ന് പറയുന്നത് ഒരു ഗസ്റ്റ് വന്നാൽ, ആരെങ്കിലും അത്യാവശ്യമായിട്ടൊന്ന് ഒരു കല്യാണം പറയാനോ അല്ലെങ്കിൽ ഒരു പാലുകാച്ച് വിളിക്കാനോ ഒക്കെ ആയിട്ട് ആരെങ്കിലും ഒന്ന് വന്നാൽ ആദ്യം കയറുന്നത് ലിവിങ് റൂമാണ്. അപ്പോൾ അത് വൃത്തിയായി കിടന്നു കഴിഞ്ഞാൽ നമുക്കും ഒരു പോസിറ്റീവാണ്. അവർ വരുമ്പോൾ അയ്യോ നമ്മുടെ വീട് വൃത്തിയാണല്ലോ എന്നുള്ളൊരു ധൈര്യം. എന്തെങ്കിലും ഒരു വൃത്തികേട് തോന്നിയാൽ നമുക്ക് അയ്യോ നേരത്തെ വൃത്തിയാക്കായിരുന്നു എന്നും പറഞ്ഞ് നമുക്കതൊരു കുറ്റബോധമാണ്. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ എപ്പോഴായാലും ലിവിങ് ഏരിയ വൃത്തിയാക്കി ഇടണം. ഇപ്പോഴെന്നല്ല കേട്ടോ, ഞാൻ ഇതിനു മുമ്പും ഞങ്ങൾ ഈ വീട് വെക്കുന്നതിന് മുമ്പും ഞങ്ങളുടെ പഴയ വീടായിരുന്ന സമയത്ത് കയറി വരുമ്പോൾ ഉള്ള ഭാഗം, അത് ഞങ്ങൾക്കെന്ന് പറയുന്നത് അന്നെന്ന് പറയുന്നത് കയറി വരുന്ന ആ ഭാഗം എന്ന് പറയുന്നത് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. അവിടെ തന്നെയാണ് നമ്മുടെ കട്ടിൽ കിടക്കുന്നത്, അവിടെ തന്നെയാണ് നമ്മൾ കിടക്കുന്നത്. ഈ കയറി വരുന്ന ആ സ്ഥലത്ത് തന്നെ ആയിരിക്കും നമ്മൾ കിടക്കുന്നത്. അപ്പോൾ അവിടെ തന്നെയാണ് കട്ടിലിട്ടേക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഏരിയ ഞങ്ങൾക്ക് അന്നില്ല, കാരണം പഴയ വീടല്ലേ. എന്നാലും ആ ഏരിയ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ വൃത്തിയാക്കിയിടാൻ പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. നല്ല രീതിയിൽ അത് വൃത്തിയാക്കി ഇടാറുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒന്ന് വന്നാലും കയറുമ്പോൾ സമയത്ത് ഒരു വൃത്തികേട് വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ഇതായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. കാര്യം ആ ലിവിങ് ഏരിയ എപ്പോഴും വൃത്തിയാക്കിയിടാൻ, രാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ വൃത്തിയാക്കിയിടാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് എല്ലാവരും ഒരേപോലെ, ഞാൻ മാത്രമല്ല എല്ലാ സ്ത്രീകളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഏകദേശം ഇപ്പോൾ പുരുഷന്മാരും അങ്ങനെയൊക്കെ തന്നെയാണ്. സ്വന്തം വീട് വൃത്തിയായി കിടക്കുന്നത് കാണാൻ പുരുഷന്മാർക്കും ഇഷ്ടം തന്നെയാണ്. ചില ആളുകൾക്കേ ഉള്ളൂ അതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നത്. പക്ഷെ ചില ആളുകൾ അങ്ങനെയല്ല, നല്ല രീതിയിൽ വീട് ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്. വീടിൻ്റെ ഓരോ ഭാഗത്തും എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടോ അത് കണ്ടുപിടിക്കുന്ന ചില ആളുകളുമുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാ മനുഷ്യരിലും ആ ഒരു ചിന്ത ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഞാനും കരുതി അവിടെ ലിവിങ് ഏരിയ ഫുള്ള് നന്നായിട്ട് വൃത്തിയാക്കാമെന്ന് വെച്ചു. ബാക്കിയുള്ളവിടെയൊന്നും ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ടൊന്നും വൃത്തിയാക്കിയിട്ടില്ല. എങ്കിലും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ഡീപ്പാക്കിയിട്ടുണ്ട്. ഈ മുറി, നമ്മുടെ മുറിയായാലും മറ്റേ മുറിയായാലും ഡൈനിങ് ഏരിയ ആയാലും എല്ലാം ഒതുക്കി പറക്കി വെച്ചതിന് ശേഷം തന്നെയാണ് ഞാൻ എല്ലാം വൃത്തിയാക്കുന്നത്. ജനൽ ഉൾപ്പെടെ, ജനൽ അങ്ങനെ എല്ലാം അങ്ങ് തുടച്ച് വൃത്തിയാക്കി അങ്ങനൊന്നും ചെയ്തിട്ടില്ല. എങ്കിലും പരമാവധി പൊടിയുള്ള ഭാഗങ്ങളെല്ലാം ഞാൻ വൃത്തിയാക്കി തന്നെയാണ് ഞാൻ എല്ലായിടും ഒരുമിച്ച് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പക്ഷേ ഞങ്ങളുടെ ബെഡ്റൂമിൽ കുറച്ച് തുണി മടക്കി വെക്കാനുണ്ടായിരുന്നു. അത് പക്ഷേ ഇന്ന് എനിക്ക് മടക്കി വെക്കാൻ പറ്റിയിട്ടില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ സത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും ചെയ്തു വന്നപ്പോഴത്തേക്ക് എൻ്റെ നടു ഒടിഞ്ഞായിരുന്നു. എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അന്നേരം തന്നെ തുണി മടക്കി വെച്ചേനായിരുന്നു. അപ്പോൾ അങ്ങനെ പരമാവധി പറ്റുന്ന ആ ഒരു പണി മാത്രമാണ് ഞാൻ ബാലൻസ് വെച്ചിരുന്നത്. പക്ഷേ അത് ഞാൻ തലേന്ന് കരുതി വെച്ചിരുന്ന ഒരു പരിപാടിയല്ല. ഇത് മടക്കി വെക്കണം എന്നുള്ളത് ഞാൻ തലേന്ന് തന്നെ കരുതി വെച്ചിട്ട് അതിന് വേണ്ടി തുണിയില്ല. അത് സൗകര്യം പോലെ മടക്കി വെക്കും, അങ്ങനെയാണ്.
പക്ഷെ അതിനെനിക്കൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിന് ഞാൻ ശ്രദ്ധ കൊണ്ടുപോയതേ ഇല്ല. ഞാൻ അങ്ങനെ ഒരു തുണി കിടക്കുന്ന കാര്യം ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ നേരത്താണ് ആ കസേരയിൽ തുണി ഇരിക്കുന്ന കാര്യം സത്യം പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കുന്നത്. അതിന് മുമ്പ് വരെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലത്. അപ്പോൾ അത് അങ്ങനെ തൂത്ത് ഞാൻ വൃത്തിയാക്കി അങ്ങ് പോകുന്നുള്ളൂ. അതേപോലെ അടുക്കളയായാലും അടുക്കളയിൽ അകത്ത് അടിയിലിരിക്കുന്ന പാത്രങ്ങൾ, നമ്മൾ എന്ന് ഉപയോഗിക്കുന്ന ആ പാത്രങ്ങൾ ഇരിക്കുന്നതെല്ലാം ഒതുക്കി വെച്ചിട്ട് തന്നെയാണ് അവിടെ എല്ലാം ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഒതുക്കി വെച്ച് അവിടെ കരട് തോന്നുന്നിടത്ത് ഞാൻ തുടയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ തുടച്ച് വൃത്തിയാക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലാതെ അങ്ങനെ തന്നെ ഫുള്ള് നീറ്റായിട്ട് തന്നെയാണ് ഞാൻ പോയത്. അങ്ങനെ നമ്മുടെ മെയിൻ അടുക്കളയിലെത്തിയിട്ടുണ്ട്. അടുക്കളയിലെത്തി അവിടെ ഇത്രയൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കവറുകൾ കുറച്ച് ആ ചാക്കിനകത്തിരിക്കുന്നത് കവറുകളാണ് കേട്ടോ. നമ്മുടെ ഹരിതകർമ്മ സേനയിലെ ആൾക്കാർ വരുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള കവറുകളാണ് ആ ചാക്കിനകത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാം നല്ല കവറുകളെല്ലാം പറക്കി അതിനകത്ത് നമ്മൾ വെച്ചിട്ട് പിന്നെ ബാക്കി പേപ്പറുകൾ മാത്രം അടുപ്പിൽ വെച്ച് തീ കത്തിക്കുക, അങ്ങനെയാണ് പതിവ്. അപ്പോൾ അടുപ്പിൽ പുകയുന്നുണ്ട്, വെള്ളം വെച്ചിരിക്കുകയാണ്, കുടിക്കാനുള്ള വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം ഒന്ന് റെഡിയാക്കിയതിന് ശേഷം അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി തൂത്ത് വാരി കഴിയുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. തുടയ്ക്കുന്നത് പിന്നെ എളുപ്പമാണ്, തൂക്കുന്നതാണ് പാട്. എനിക്കറിയില്ല, എനിക്ക് ഈ ചൂലിൻ്റെ ആണോ എന്നറിയില്ല. ചൂല് കൈക്ക് പിടിക്കുമ്പോൾ നല്ല കൈക്ക് കഴപ്പുണ്ട്, നല്ല കഴപ്പുണ്ട് എൻ്റെ കൈക്ക്. അതാ ചൂലിൻ്റെ ആണോ എന്തോ അതൊന്നും അറിയില്ല. എന്തായാലും ഞാൻ ഒരുവിധം തൂത്തെടുത്തതിന് ശേഷം ഒരു ഭയങ്കര ജോലി ഒഴിഞ്ഞ പോലെ നമ്മൾക്ക് തൂത്ത് കഴിയുമ്പോൾ. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ നേരെ തുടയ്ക്കാനായിട്ട് ഇറങ്ങി. ഞാൻ തുടയ്ക്കാനായിട്ട് നമ്മുടെ ലോഷൻ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പുൽത്തൈലം ഒഴിക്കാറുണ്ട്. ഈ രണ്ടും കോമ്പിനേഷൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. ലോഷൻ്റെ കൂടെ നമ്മുടെ സാധാ പിന്നെ ഫ്ലോർ ക്ലീനർ, അപ്പോൾ അതിൻ്റെ കൂടെ ഈ പുൽത്തൈലം ഉപയോഗിക്കാവോ എന്തോന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കിത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു നല്ല മണം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ മിക്സ് ചെയ്താണ് എടുക്കാറുള്ളത്. വെള്ളത്തിനകത്ത് മറ്റേ ക്ലീനറും ഇടും, അതിൻ്റെ കൂടെ കുറച്ച് പുൽത്തൈലവും കൂടി ഇടും. അപ്പോൾ അതിനൊരു വേറൊരു നല്ലൊരു സ്മെല്ലുണ്ട്. അപ്പോൾ അങ്ങനെ അതുപോലെ നല്ലതുപോലെ ക്ലീൻ ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്ത് ഇടുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ എല്ലാം ഒന്ന് ഇപ്പോൾ ഞാൻ കാണിക്കുമ്പോൾ ഒരു വട്ടം തുടയ്ക്കുന്നതേ കാണിക്കുന്നുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, ഞാനൊരു 2 വട്ടം തുടച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ലിവിങ് ഏരിയ 2 വട്ടം തുടച്ചിട്ടുണ്ട്, ബാക്കിയുള്ളതെല്ലാം ഒരു വട്ടേ തുടച്ചിട്ടുള്ളൂ. ലിവിങ് ഏരിയ 2 വട്ടം ഞാൻ തുടച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ എല്ലാം ഫുള്ളൊന്ന് തുടച്ച് വൃത്തിയാക്കി ഡൈനിങ് ടേബിൾ ഇരിക്കുന്നതും ഡൈനിങ് ടേബിളിൻ്റെ അടിഭാഗത്ത് മൊത്തം എല്ലാം എത്തുന്നിടത്തെല്ലാം നമ്മൾ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി പിന്നെ നേരെ നമ്മുടെ റൂമിലേക്ക് വരികയാണ്. റൂമിൽ വന്ന് തുടച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഫാനിൽ നല്ല പൊടി ഉണ്ടായിരുന്നു. അത്യാവശ്യം പൊടിയായി ഫാനിൽ. അപ്പോൾ അത് ഞാൻ തൂത്ത് വൃത്തിയാക്കി തുടച്ച് കഴിഞ്ഞിട്ടാണ് ശ്രദ്ധിക്കുന്നത്. അപ്പം പിന്നെ ഇനിയിപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്തായാലും പിന്നെ ആവട്ടെ, അല്ലെങ്കിൽ പിറ്റേന്ന് തൂക്കുമ്പോൾ വൃത്തിയാക്കുമ്പോൾ നമുക്കത് തുടച്ചെടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ബാക്കി ഫുള്ള് തുടച്ചിഞ്ഞെടുത്തു. അപ്പോൾ അതൊരു മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഹാളിലെ എല്ലാം ഞാൻ നോക്കിയാണ്, ഫാനിൽ നോക്കിയപ്പോൾ തീരെ പൊടിയില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ അവിടെ പിന്നെ തുടയ്ക്കാൻ നിൽക്കുന്നത്. പക്ഷേ ബെഡ്റൂമിൽ ഞാൻ എന്തോ ശ്രദ്ധിച്ചില്ല. അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ, നമുക്കത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ വൃത്തിയാക്കാം എന്ന് കരുതി തന്നെ അവിടെ ബാക്കിയുള്ളവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി. പിന്നെ നേരെ നമ്മൾ രാവിലെ സെറ്റിക്കകത്തുനിന്നെല്ലാം എടുത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തുണികളെല്ലാം ഒന്ന് കഴുകിയിടാണ്. എനിക്കിപ്പോൾ തുണി കഴുകാൻ ഭയങ്കര പേടിയാണ്, വേറൊന്നും കൊണ്ടല്ല. എനിക്കൊന്ന് 1.5-2 ആഴ്ചയായി തുണി കഴുകിയപ്പോൾ എൻ്റെ നൈറ്റി ഞാനൊന്ന് എറ്റിയ വഴിക്ക് നൈറ്റി തെറിച്ച് പോയി. എൻ്റെ വിരൽ മടങ്ങി, വിരലിന് ചെറിയൊരു പൊട്ടൽ, ഒരു സൈഡിലൊരു ചെറിയൊരു പൊട്ടൽ, ഭയങ്കരമായിട്ടുള്ള പൊട്ടലൊന്നുമില്ല, ഒരു ഞരമ്പൊന്ന് തിരിഞ്ഞു, അങ്ങനെ എന്തോ ഒരു സംഭവം ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് ഇപ്പോഴും ഈ വോയിസ് ഓവർ ചെയ്യുന്ന ഈ നിമിഷം വരെ ആ വേദന മാറിയിട്ടില്ല. എനിക്ക് ആ വിരലിന് നല്ല വേദനയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എങ്ങനെയെങ്കിലുമൊക്കെയാണ് ഞാൻ ഇപ്പോൾ കഴുകുന്നത്. എനിക്ക് വേദന കൂടുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ അവർ ബെൽറ്റ് ഇടുന്ന കാര്യം പറഞ്ഞപ്പോൾ ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ബെൽറ്റ് ഇടാതെ ഒഴിഞ്ഞു പോവായിരുന്നു. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം എനിക്ക് ചേച്ചി വന്ന് കഴുകി തന്നു, തുണിയെല്ലാം കഴുകി തന്നു. ഇപ്പോൾ പിന്നെ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ തന്നെത്താനങ്ങ് കഴിയും. അപ്പോൾ അതിനുശേഷം ഞാൻ നേരെ സെറ്റിയെല്ലാം പറക്കിയിട്ട് കണ്ടോ, ഞാൻ നന്നായിട്ട് കുഴഞ്ഞു. ആ സെറ്റിയിൽ ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റ് എല്ലാം കൂടി ഞാനും വിച്ചുവും കൂടി അതെല്ലാം പറക്കി അങ്ങ് ഹാളിലേക്ക് സെറ്റായിട്ട് അങ്ങ് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ സിറ്റൗട്ട് ഞാൻ തുടച്ചില്ല, സെറ്റ് എടുത്തുകൊണ്ട് ഇട്ട് കാരണം സിറ്റൗട്ട് ഞാൻ ഒന്നും ചെയ്തില്ലെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്ന് സിറ്റൗട്ട് ഒന്ന് വൃത്തിയാക്കി ഒന്ന് തുടച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ അകത്തേക്ക് കയറിയത്. അപ്പോൾ അവിടെ ഫുള്ള് തുടച്ചു, അതേപോലെ ആ താഴത്തെ സ്റ്റെപ്പും ഫുള്ള്. അപ്പോഴത്തേനും ഉച്ചയ്ക്കത്തെ ആഹാരം കഴിക്കാനുള്ള സമയമായി. സമയമല്ല, ഏകദേശം 2:30 അങ്ങനെ പിന്നെ ചോറൊക്കെ കഴിച്ചു. പിന്നെ പോയി പാലൊക്കെ വാങ്ങിച്ച് ചായയൊക്കെ ഇട്ടതിന് ശേഷം നേരെ വൈകിട്ട് അമ്പലത്തിലേക്ക് പോകാം. അപ്പോൾ അമ്പലത്തിലേക്ക് പോയിട്ട് നമുക്കിനി വേറെ പരിപാടികളൊന്നുമില്ല. ഇനി അമ്പലത്തിൽ പോവുക, തൊഴുക, പോരുക, അത്രയേ ഉള്ളൂ. വൃശ്ചിക മാസമല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ മിസ്റ്റേക്കുകളോ എൻ്റെ വീഡിയോയിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വീഡിയോയിലൂടെ അറിയിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇനി വരുന്ന വീഡിയോ ചിലപ്പോൾ ക്രിസ്മസിൻ്റെ ദിവസത്തെ വ്ലോഗായിരിക്കും. ക്രിസ്മസ് ദിവസത്തെ വ്ലോഗ് എടുക്കണമെന്നൊരാഗ്രഹം. അപ്പോൾ ഇനി വരുന്നത് അതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ. പട്ടികളെ ഇറക്കാൻ കൊണ്ടാണ് കയറ്റി കൊടുക്കണം. പട്ടി ഒരു കുഞ്ഞു പട്ടി. ശരി നടാ. കറങ്ങ് നാരായണ നാരായണ അമ്മേ